നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. അനധികൃത ബൈക്ക് ഓടിച്ചതിന് നൂറുകണക്കിന് പേർ പിടിയിലായി. നിയമവിരുദ്ധമായ ബൈക്കുകൾ ഉപയോഗിക്കുന്ന ഡെലിവറി റൈഡർമാർ പലപ്പോഴും ബൈക്കുകൾ നിയമപരമായ പരിധികൾ കവിയുന്ന തരത്തിൽ പരിഷ്കരിക്കുന്നതും ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും കാര്യമായ സുരക്ഷാ അപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ലണ്ടൻ സിറ്റിയിൽ നിന്ന് പിടിച്ചെടുത്ത ബൈക്കുകൾ അനധികൃതമായി പരിഷ്കരിച്ച റൈഡർമാരിൽ ഭൂരിഭാഗവും ഫുഡ് ഡെലിവറി ചെയ്യുന്നവരായിരുന്നു. തങ്ങളുടെ ജോലി കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതിനായി വേഗതയേറിയ ബൈക്കുകൾ റൈഡർമാർ ഉപയോഗിക്കുന്നു. 15.5 മൈലിൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ നിയമവിരുദ്ധമായി പരിഷ്കരിച്ച ബൈക്കുകൾക്ക് സാധിക്കും. ഇലക്ട്രിക്കലി അസിസ്റ്റന്റ് പെഡൽ സൈക്കിളുകളാണ് ബൈക്കുകൾ. നിയമപ്രകാരം ഇവ ഒരു സൈക്കിൾ പോലെയാണ് പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ റൈഡർമാർ ഇൻഷുറൻസ് തേടേണ്ടതില്ല. UK-യിലുടനീളം ഓഗസ്റ്റ് 11 വരെയുള്ള കണക്കുകൾ കാണിക്കുന്നത് 937 അനധികൃത ബൈക്കുകൾ പിടിച്ചെടുത്തുവെന്നാണ്. UK-യിൽ കേസുകൾ തെളിയിക്കുന്നതിനായി AI ടൂളുകൾ വിജയകരമായി പരീക്ഷിച്ചു. വെറും 30 മണിക്കൂറിനുള്ളിൽ 81 വർഷത്തെ പോലീസിന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ബ്രിട്ടൻ ഉപയോഗിക്കാൻ തുടങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതോടെ രാജ്യത്തെ ചില തെളിയാത്ത കേസുകൾ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സോസ് ടൂൾ എന്നാണ് ഈ സാങ്കേതിക വിദ്യയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വീഡിയോ ദൃശ്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, സോഷ്യൽ മീഡിയ, ഇമെയിലുകൾ, മറ്റ് ഡോക്യുമെന്റ്സ് എന്നിവ ഒരേ സമയം വിശകലനം ചെയ്യാൻ സാധിക്കും. ഇത്രയും ജോലി ഒരു മനുഷ്യൻ ചെയ്യുന്നതിന് 81 വർഷം വരെ എടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 27 സങ്കീർണമായ കേസുകളുടെ തെളിവുകൾ വെറും 30 മണിക്കൂറിനുള്ളിൽ അവലോകനം ചെയ്യാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ സാങ്കേതിക വിദ്യയെ ഏൽപ്പിക്കുകയല്ല, മറിച്ച് കൂടുതൽ നന്നായി ജോലി ചെയ്യാൻ സാങ്കേതിക വിദ്യ തങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്ന് ദേശീയ പോലീസ് മേധാവികളുടെ കൗൺസിൽ ചെയർ ഗാവിൻ സ്റ്റീഫൻസ് പറഞ്ഞു. ലെബനനിലെ ഇസ്രായേൽ ആക്രമണം ശക്തമാകുന്നു. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ മരണസംഖ്യ 550-ലധികം ആയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ലെബനനിൽ 1000-ലധികം വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ച് ആരംഭിച്ച ആക്രമണം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള നേരിട്ട യുദ്ധമായി പരിണമിച്ചിരിക്കുകയാണ്. മരിച്ചവരിൽ 50ഓളം കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉടൻ രാജ്യം വിടാൻ ബ്രിട്ടീഷ് പൗരന്മാരോട് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ആവശ്യപ്പെട്ടു. ബോർഡറുകൾ നടപ്പിലാക്കുന്നത് മൂലം കാലതാമസം നേരിടേണ്ടി വരുന്നതായി റിപ്പോർട്ടുകൾ. സുരക്ഷയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ബോർഡറുകൾ പലപ്പോഴും ജീവനക്കാരുടെ കുറവ് മൂലം കാര്യമായ കാലതാമസം നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബോർഡറുകൾ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങളും കാലതാമസത്തിന് ഇടയാക്കുന്നു. യൂറോപ്യൻ യൂണിയന്റെ യൂറോപ്യൻ എൻട്രി എക്സിറ്റ് സിസ്റ്റം നവംബറിൽ നിലവിൽ വരും. യൂറോപ്യൻ യൂണിയന്റെ അതിർത്തിയിൽ സ്വമേധയാ സ്റ്റാമ്പ് ചെയ്യാനുള്ള ആവശ്യകതയും EES നീക്കം ചെയ്യും. പകരം ബയോമെട്രിക്സ് ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയുമായി ഒരു യാത്രാ രേഖയെ സൂചിപ്പിക്കുന്ന ഡിജിറ്റൽ റെക്കോർഡുകൾ സൃഷ്ടിക്കും. വർക്ക് വിസയും മൈഗ്രേഷൻ നിയമങ്ങളും കർശനമാക്കുമെന്ന് കെയർ സ്റ്റാർമർ. വർക്ക് വിസ നിയമങ്ങൾ ലംഘിക്കുന്ന ബിസിനസ്സുകളെ പുതിയ എമിഗ്രേഷൻ പദ്ധതി പ്രകാരം വിദേശത്തു നിന്ന് ജീവനക്കാരെ നിയമിക്കുന്നതിൽ നിന്നും വിലക്കുമെന്ന് പ്രധാനമന്ത്രി ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു. ലിവർപൂളിൽ നടന്ന ലേബർ പാർട്ടി സമ്മേളനത്തിലാണ് കെയർ സ്റ്റാർമർ കുടിയേറ്റം കുറയ്ക്കുമെന്നും വിദേശത്തു നിന്നുള്ള തൊഴിലാളികളെ ബ്രിട്ടൻ ആശ്രയിക്കുന്നത് കുറയ്ക്കുമെന്നും പ്രഖ്യാപിച്ചത്. യുവ ബ്രിട്ടീഷുകാർക്കുള്ള പരിശീലനത്തിൽ നിക്ഷേപിക്കുന്നതിന് പകരമായി വിദേശ തൊഴിലാളികളെ ഉപയോഗിക്കുന്ന ഹോം ഓഫീസ് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ബ്രിട്ടനിൽ ആദ്യത്തെ മഞ്ഞുവീഴ്ച ഈ ആഴ്ച അവസാനം. സാധാരണ സീസൺ പാറ്റേണുകളിൽ നിന്നും വ്യത്യസ്തമായി വരും ദിവസങ്ങളിൽ താപനില കുറയുകയും വാരാന്ത്യത്തിൽ ആദ്യത്തെ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും മെറ്റ് ഓഫീസ് കാലാവസ്ഥാ നിരീക്ഷകൻ അലക്സ് ഡീക്കിൻ പറഞ്ഞു. ഇംഗ്ലണ്ടിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ താപനിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടും. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.